എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ 4-5 പീസ് ശർക്കരയുടെ പാനി ഉണ്ടാക്കി വെക്കാം. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കുന്നത്. നെയ്യ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് 4 ഏത്തപ്പഴം മുറിച്ചതാണ്. കുറച്ച് വലുപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. ചൂടായ നെയ്യിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. കുറച്ച് മധുരവും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കണ്ട. ഏത്തപ്പഴം വേറൊരടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുടെ ഒരു 90% അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതൊരു 4-5 ഏലക്ക പൊടിച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഒരു 1/4 കപ്പിൽ കൂടുതൽ തേങ്ങ ചിരകിയതുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ ശർക്കരപ്പാനിയിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പിടി അവല് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. പിറ്റേ ദിവസം വരെ ഇരുന്നാലും ഇത് കേടാകുമൊന്നുമില്ല. കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവലിവിടെ വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടുപ്പത്തു നിന്നൊന്ന് മാറ്റാം. ഈ സമയമായപ്പോഴേക്ക് ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഏത്തപ്പഴത്തിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഉടയാനും തുടങ്ങിയിട്ടില്ല. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കിയെടുക്കാം. ഏത്തപ്പഴം ഈ ഒരു രീതിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കും. ഏത്തപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളയിച്ച് വെച്ചിരിക്കുന്ന അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വീട്ടിൽ അവൽ വിളയിച്ചതുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഏത്തപ്പഴം വഴറ്റി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. 1 മാസത്തിൽ കൂടുതൽ അവൽ വിളയിച്ചിരിക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.